ഗുഡ് മോർണിംഗ്. ഒരുപാട് നേരത്തെയൊന്നുമല്ല, 6 മണിയൊക്കെ ആയി കേട്ടോ. ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെഡിയല്ല, വെള്ളമൊക്കെ തേച്ച് ഞാൻ കുറച്ച് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു. ഉമ്മ, പാല് മേടിക്കാനാ? എനിക്ക് വയറ്റിന് സുഖമില്ല, ഗ്യാസ് കണക്ക്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റങ്ങ്. പിന്നെ ഞാൻ രാവിലെ എണീക്കണമെന്ന് വെച്ചാൽ ഇന്നലെയൊക്കെ കിടന്നത്. പഠിക്കേ ഇല്ല, കുഴപ്പമില്ല, പല്ലൊക്കെ തേക്കാൻ പോണു. ഇല്ല, ഞാൻ ഒരു ഗുളിക എടുത്ത് കഴിച്ചുമ്മ. മഞ്ഞ ഇല്ല, മഞ്ഞ എനിക്ക് വലിയ പ്രശ്നമല്ല, വെയിലാ പ്രശ്നം.
എടുക്കാറില്ല. ഇന്ന് എടുത്തു. പൊള്ളിയില്ല. അമ്മ പറയൂ, എന്തുകൊണ്ട് ഇന്ന് അപ്പം പൊള്ളിയില്ല? ഈസ്റ്റ് ഇട്ടില്ല ഇന്നലെ രാത്രി. വൈ? ഈസ്റ്റ് ഇടാൻ മറന്നുപോയി. ഈസ്റ്റ് ഇട്ട് ആട്ടി വെച്ചാൽ പൊള്ളിയാണ്. ഈസ്റ്റ് സോഡാപ്പൊടി ഞാൻ ചേർക്കത്തില്ല. ഈസ്റ്റ് ഒരു ഇത്തിരി ചേർക്കും. സോഡാപ്പൊടി ഞാൻ കൂടുതലും അപ്പത്തിന് സോഡാപ്പൊടി ഞാൻ ചേർക്കും. ഇട്ടാ പൊള്ളും. നമ്മളെ അപ്പം എന്താ ഈ കണക്കിന് ഇരിക്കുന്നത്? എടുക്കട്ടെ അമ്മ? നിർത്തി. ഈ കരിഞ്ഞ അപ്പം നമുക്ക് അവന് കൊടുക്കാം. ഡേയ് ഡേയ് പുറത്തിറങ്ങൂ. ആക്ച്വലി രാവിലത്തെ കാപ്പിക്ക് ഇത്ര അരി വേണ്ട. പക്ഷെ ടേസ്റ്റ് ഉണ്ടോ? വെജിറ്റബിൾ കുർമ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരി കൂടിപ്പോയി. ചായ തണുത്തിരിക്കുകയാണ്. ഷുഗറൊന്നുമില്ല, സോറി പഞ്ചസാരയൊന്നുമില്ല. ഒറ്റ വലിക്ക് കുടിക്കണം. പഞ്ചസാര ഇട്ടിട്ടില്ല. ഇവിടെ ഒരു ചത്ത പോലെ കിടപ്പുണ്ട്. ഏയ് ചത്ത ആക്ക അനക്കം വെച്ച വേണോ? മേവ് പറഞ്ഞ അപ്പം തരാം. വാല് പൊക്കി ഇപ്പൊ കൊടുക്കല്ലേ? ഇപ്പൊ നമ്മളുണ്ടാക്കി അപ്പം. ഇത് പൂച്ച ചെറുക്കനുള്ള അപ്പമാണ്. ഇത് തേങ്ങ ഇന്നത്തെ ആവശ്യത്തിന് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടല്ലോ. ചക്ക അവിയലാ? ഇന്നലെ ചക്ക അവിയലല്ലേ? ചക്ക എരിശ്ശേരി വെക്കാം. ഈ തേങ്ങ രണ്ടാമത്തെ കഷ്ണം തിരുവിയില്ല. അത് ഫ്രിഡ്ജിൽ വെക്കണോ അത് പുറത്ത് വെച്ചേക്കണോ?
വളരെ ഒള്ളി മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞു, കിച്ചൺ ക്ലീൻ ആയി. ഇനി ഉച്ചക്കത്തേക്ക് കയറണം. ഇപ്പോൾ അമ്മ നടാൻ പോണം. പയറല്ല, വെണ്ടയും പയറും. അപ്പം നമുക്ക് പോയി കാണാം. മെല്ലെ ഇന്നലെ മച്ചിലൊരു എന്തിനാ അമ്മ വെള്ളത്തിലിട്ട് വെച്ചത്? ഇന്നലെ വെള്ളത്തിലിട്ട് കുരിപ്പിച്ച് വെച്ചിട്ട് ഇന്ന് ഇത് പെരുമ്പയറാ? കടയിൽ നിന്ന് മേടിച്ച പയറല്ലേ? കടയിൽ നിന്ന് മേടിച്ച പെരുമ്പയർ പറ്റൂലല്ലോ. ഇവിടേക്ക് ഇത് ചെറുപുള തോരൻ വെച്ച് കഴിക്കും. തോനയാവോ അമ്മ ഇത്? ഇത് പൊന്നാങ്കണ്ണി ചീര. ഇതെല്ലാം കൂടെ ഒറ്റ കുഴിയില നട്ട. പൊന്നാങ്കണ്ണി ചീര, ചെറുപുള, ഇതെല്ലാം തോരൻ വെച്ച് കഴിക്കുന്ന സംഭവമാണ്. അയ്യോ, എങ്ങനെയാണോ കഴിക്കാം. ലീഫി വെജിറ്റബിൾസിൽ വരുന്ന സംഭവം. ഗൈസ്, നമ്മുടെ അമ്മ ഈ തക്കാളി പറയുന്ന പേരെന്തമ്മ? മണിത്തക്കാളി ഇവിടെ എവിടെയമ്മ കാച്ചത്? മണിത്തക്കാളി കാച്ചു ഗൈസ്. രണ്ട് കാ വന്ന്. കുറച്ചും കൂടി വലുതാവും അല്ലേ അമ്മ ഇത്? പക്ഷെ നിറയെ കായ്ക്കും. അങ്ങനെ മണിത്തക്കാളി. അയ്യോ, ഞാൻ പോകുന്നു ഗൈസ്. ഉള്ളി അലിയാൻ, ചെറിയ ഉള്ളി. സമയം അല്ലെങ്കിൽ നടക്കൂല. 1 മണി 2 മണിയാവും. ഇപ്പം അമ്മ വരുമ്പോൾ കരിക്ക് കറി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ പോയി ഉള്ളി തൊലിക്കാൻ പോവുകയാണ്. ഉള്ളി പൊളിക്കാൻ പോവുകയാണ്. ഞങ്ങൾ ട്രിവാൻഡ്രംകാർ ഉള്ളി തൊലിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ എന്താ പറയാൻ കാര്യം, ഇവിടെ ചേട്ടത്തി ഉണ്ടല്ലോ. ചേട്ടത്തി കോട്ടയമാണ്. ചേട്ടത്തി ഉള്ളി തൊലിക്കാനെന്ന് പറയുമ്പോഴേ ആൾ ഭയങ്കര ചിരിയാണ്. അവർ പൊളിക്കാനെന്നാണ് പറയുന്നത്. തൊലിക്കുക എന്ന് വെച്ചാൽ അവർക്ക് മോശമായ ഏതോ വാക്കെന്നാണ് ചേട്ടത്തി പറയുന്നത്. അപ്പോൾ ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഇങ്ങനെ ഇപ്പം ഏകദേശം വലിയ ഉള്ളികളല്ലേ ഇത്. നമ്മൾ ഈ ഉള്ളി കൊണ്ടുവരുമ്പം തിരിയും അമ്മ. ഏറ്റവും വലുത്, ചെറുത്, ഏറ്റവും ചെറുത് എന്നിങ്ങനെ തിരിഞ്ഞതിന് ശേഷം ഏറ്റവും ചെറുത് ആദ്യം യൂസ് ചെയ്യും. രണ്ടാമത്തെ സെക്ഷൻ രണ്ടാമത് യൂസ് ചെയ്യും. മൂന്നാമത്തെ സെക്ഷനാണ് ഇത് കേട്ടോ. ഉള്ളിൽ ഇച്ചിരി വലിയ ഉള്ളികളായിരുന്നു. ഏറ്റവും ചെറിയ ഉള്ളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ, അല്ലെങ്കിൽ രാത്രിയൊന്നും ഇടത്തില്ല, ചിലപ്പോൾ ഒരു 1 മണിക്കൂർ മുമ്പേയൊക്കെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തൊലി ഇളവും. ഭയങ്കര പാടില്ല. ഏറ്റവും ചെറിയ ഉള്ളി അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ബാക്കി ഉള്ളി ഇങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ അവസാനമാകുമ്പോൾ ലാസ്റ്റ് ചെറിയ ഉള്ളി എടുക്കാൻ മടിക്കും. അപ്പം അതിനു വേണ്ടിയുള്ള അമ്മയുടെ ട്രിക്കാണ് കേട്ടോ, ഉള്ളി ട്രിക്ക്. അപ്പം നിങ്ങളും ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഉള്ളി പൊളിക്കലിലേക്ക് കടക്കാതിന് മുമ്പ് എനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. വൈഫൈ ഓഫ് ചെയ്യുന്ന അമ്മായി സംഭവം അല്ല കേട്ടോ, അങ്ങനെ മനഃപൂർവ്വം അല്ല, അറിയത്തില്ല. ആള് TV രാത്രി ഓഫ് ചെയ്യുമ്പോൾ വൈഫൈ ഓഫ് ചെയ്യും. എന്ത് ചെയ്യാ? ആകുമ്പോഴേ വെളിയിലും നെരുപ്പോട് കത്തിക്കണം, അല്ലെങ്കിൽ മൂദേവി വരുമെന്ന്. അപ്പൊ തന്നെ മൂദേവി വന്ന് അവിടെ നിൽക്കുമെന്ന് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറയും. ആ പറഞ്ഞു തീരുമ്പോഴേ മാരിച്ചേട്ട ഇവിടെ വന്ന് നിൽക്കണം. മാരിച്ചേട്ട അത് കണ്ടില്ല. ചിഞ്ചേട്ട മെസ്സേജ്, നീ ആ പറഞ്ഞ മൂദേവിയാണ് ഇവിടെ വന്ന് നിൽക്കണേന്ന്.